ഹലോ, ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? പ്രത്യേകിച്ച് ഇടുകളും എന്നോട് കമന്റ് ബോക്സിൽ ഒരാൾ നേരത്തെ ചോദിച്ചായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന്. പക്ഷെ സാധാരണ ഞങ്ങളൊരു 11 മണിക്കാണ് ഈ കുറച്ച് നാളുകളായിട്ട് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ എണീക്കുമ്പോൾ ഏകദേശം 2 മണി 4 മണിയൊക്കെ ആകും. രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങ് കിടക്കും വെളുപ്പിനെ. അപ്പോൾ പക്ഷെ ഇന്ന് ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങി. ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇപ്പോൾ 8 മണിയായി. ഇപ്പോൾ ഞങ്ങൾ എണീക്കുക. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിപ്പൻ്റെ കൂടെ ഒരു അൺഫിൽറ്റേർഡ് ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ചെയ്യാം. ഞങ്ങളിനി എണീക്കുക അല്ലേടാ? നീ എണീക്കുമല്ലേ? ഞങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണ്ടേ? അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരവസ്ഥ രാവിലെ എണീറ്റ് വരുമ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിലായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര റെസ്റ്റ്ലെസ് ആകും. അപ്പോൾ അവൾക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ചിലപ്പോൾ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും ഉണ്ടാക്കുക. ആ ഉണ്ടാക്കി കഴിയുമ്പോൾ ആൾക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവളെയും കൊണ്ട് അവളെ ഉറക്കിപ്പോയി കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഇങ്ങനെ കിടക്കും. സാറിൻ്റെ പാച്ചുകുടിയൊക്കെ കഴിഞ്ഞു, രാവിലത്തെ അപ്പിടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങണം. അതിന് മുന്നേ ഉള്ള കളിയും ബഹളവും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറിയാൻ തുടങ്ങിയത് കാരണം ഇപ്പം അതുണ്ട് ഇടയ്ക്ക്. അത് കാരണം ആൾ 2-3 ദിവസമായിട്ട് കുറച്ച് അലമ്പാണ്. ഞങ്ങളിപ്പം 2-3 ദിവസമായിട്ട് ഉറക്കമില്ലായ്മയും വാശിയൊക്കെ ഇച്ചിരി കൂടുതലാണ്. മുഖത്ത് കുരുവിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പം ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് ഒരു പരുവായ ട്യൂബാണ്. എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലാട്ടോ എനിക്കിങ്ങനെ കുരുക്കളൊക്കെ വന്ന് ഇത്രയും പിഗ്മെൻറ്റേഷനൊക്കെ ആയത്. നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ലിവറിന് പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ചൊറിച്ചിൽ വന്നായിരുന്നു. അങ്ങനെയാണ് ഇത്രയും പിഗ്മെൻറ്റേഷനും പാടുകളും ഇത്രയും പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ അത്രയും മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമും കൂടെ അപ്ലൈ ചെയ്യും. അവിടെ ഒരാൾ കൂവാൻ തുടങ്ങി, അവളുടെ സമയമായി ഇനി ഉറങ്ങാറുള്ള അടുത്ത ഉറക്കത്തിനുള്ള. അപ്പോൾ അതുകൊണ്ട് കൂവൽ കൂടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ ഉറങ്ങാൻ പോവാണോ? ഉറങ്ങുമോ? ചട്ടമ്പി ഉറങ്ങുമോ? ഇപ്പോൾ ഉറങ്ങുമോ? ഇത് അമ്മ പോയി ജോലി ചെയ്തോട്ടെ. എങ്ങനെയാ സാറ് പറയുന്ന പോലെയല്ല. ഇങ്ങനെയാ പോയി ജോലി ചെയ്തോട്ടെ. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പോരും. വീട്ടിൽ വിളിക്കുമ്പോൾ ചാച്ചൻ ചോദിക്കും വിക്രമാദിത്യനും വേതാളം എന്ന് വന്നോന്ന്. വേതാളം ഇപ്പം എൻ്റെ കയ്യിലേക്ക് കയറി ഉറങ്ങിയില്ല. ഞങ്ങൾ എവിടെ വന്നതാ? ഞങ്ങൾ കുറച്ച് തുണി ഉണങ്ങാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഞങ്ങൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നല്ലേ, അതെടുക്കാൻ വന്ന. ഞങ്ങളുടെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് ഈ പൊടി മൊത്തം ഇതേ വന്ന് വീഴും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തുണിയൊക്കെ ഇങ്ങനെ എടുത്തേക്കാന്ന് വെച്ച്. കറിവേപ്പിലയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി ഇതിനകത്തൊക്കെ ചെടി ഉണ്ടായിരുന്നായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി തണുപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ. ഇനി ഇതിനകത്തൊക്കെ വെച്ച് പിടിപ്പിക്കണം. പാല് കുടിക്കാനായിട്ട് കിടക്കുമ്പം കുറച്ച് കുടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കുത്തും. അപ്പം ഞങ്ങൾക്കൊരു പ്രത്യേക കലാപരിപാടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ ചവിട്ടി കുത്തി, കണ്ടോ ഇവിടെ ചവിട്ടി തള്ളി ഒരു മറിച്ചില തള്ളി പോവും. സക്സസ്ഫുള്ളി വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കിടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അമ്മ ഒന്ന് പാത്രം കഴുകട്ടെ കേട്ടോ. കരയല്ലേ, തക്കിടല്ലേ, കരയല്ലേ. പാത്രം കഴിക്കുന്ന വിമ്മ എനിക്ക് അലർജിയാണ്. അതുകൊണ്ട് നമുക്ക് ഗ്ലൗസ് തന്നെ ശരണം. ആദ്യത്തേത് എൻ്റെ ഉണ്ടാകുന്ന ഇവിടം വരെ കയറ്റിയിടുന്ന ടൈപ്പായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പം കഴിഞ്ഞ ദിവസം മേടിച്ചാൽ കുറച്ച് ടൈറ്റാണ്. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ സംഭവം അടിപൊളിയാണ്.
ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് ഞാൻ ഇച്ചിരി ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കാന്ന് വെച്ചു. ഇല്ലില്ലുണ്ടല്ലോ ഫുൾ ടൈം പിടിച്ചു നിൽക്കത്തില്ല. ഫുഡ് ഉണ്ടാക്കി തീരുന്നത് വരെ ഞങ്ങൾ ബഹളം തുടങ്ങി ഓൾറെഡി. ഇതാണ് കേട്ടോ രാവിലത്തെ ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഏതാ ബുക്ക് ചെയ്തേ കാണിച്ചേ? ഓഫർ ഉണ്ടെങ്കിൽ ഭാര്യക്ക് വേണ്ടി എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ. ഞങ്ങളുടെ വീട്ടിൽ ഓഫറുകളൊക്കെ അറിയുന്ന പാതിരാത്രിക്ക്, അതാവുമ്പോ സ്വന്തമായിട്ടൊന്ന് ബുക്ക് ചെയ്യാമല്ലോ. നീ കാണുന്നുണ്ടോ അതിന്റെ അപ്പൻ ചെയ്യുന്നത്? കണ്ടോ അവക്കും ദേഷ്യം വന്നു. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പനീർ പൊറാട്ട ഉണ്ടാക്കാന്ന് വെച്ചു. എനിക്കാണെങ്കിൽ ചപ്പാത്തി അത്ര വലിയ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട് ഉണ്ടാക്കണമല്ലോ. പനീർ പൊറാട്ട ഉണ്ടാക്കാൻ നമുക്ക് സബോള വേണം, ക്യാപ്സിക്കം വേണം, പിന്നെ മല്ലിയില, പിന്നെ നമ്മുടെ മെയിൻ സാധനം പനീർ. ഇതാണ് നമ്മൾ ചപ്പാത്തിക്കകത്ത് സ്റ്റഫ് ചെയ്യുന്നത്. ഇതിങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് പനീർ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഇത് മദർ ഡയറി എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ മിൽമ പോലത്തെ ഇവിടുത്തെ മദർ ഡയറി എന്ന് പറയുന്ന ഇതിൻ്റെയാണ്. ഇത് നമ്മൾ ആദ്യം വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കണം ഈ ഒരു പനീർ. ഷോപ്പറിൽ ഇടുമ്പോഴുണ്ടോ ഇത് ഇങ്ങനെ കിട്ടും, ഇത്ര നൈസ് പീസ്. ഉണങ്ങിയ ഉലുവേലയാണ്, കസൂരി മേത്തി എന്ന് പറയും ഇവിടെ, മേത്തിയിൽ ഉണങ്ങിയത്. ഇത് ഉണ്ടെങ്കിൽ ഇതിടുക. നാളെ ഇവിടെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട്, അപ്പം അതിന് വേണ്ടി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. സോ അതിന് ആൾ വന്ന് നെയ്യ് തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് പരത്തുമ്പോഴത്തേക്കും ആ ഒരു ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തേക്കുന്നത്. നെയ്യ് തേച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് തേക്കുക. നമ്മുടെ ഫില്ലിങ് ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടേ ഫ്രിഡ്ജിലിരുന്നത് വെള്ളം ഇച്ചിരി കൂടിപ്പോയായിരുന്നു. അപ്പോൾ അത് കട്ടി കുറച്ച് പരത്തിയത് കൊണ്ട് അതങ്ങ് പ്രശ്നമായിപ്പോയി, ഒട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇതിച്ചിരി കട്ടി കൂട്ടി പരത്തി പനീർ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് ഏകദേശം റെഡിയായി. ഇടാനെടുത്ത് വെച്ച് ഈ രണ്ട് സാധനം മറന്നുപോയി, അടുത്തേന്ന് നമുക്കിടാം. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് കോമ്പിനേഷൻ വരുന്നത് ഇവിടുത്തെ തൈരും പിന്നെ ഈ ഒരു മിക്സ് അച്ചാറുമാണ്. ഇത് രണ്ടും കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. വട്ടത്തിൽ പരത്തിയിട്ടും സ്റ്റഫിങ് വെച്ച് എടുക്കാം. ഇന്നലെ ഷാൻജോജൻ്റെ വീഡിയോ നോക്കി നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതെടുത്ത് നമ്മൾ പുള്ളി അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മളത് ഫ്രൈ ആക്കി കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് റോസ്റ്റ് എടുത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ പരിപ്പറി ഉണ്ടാക്കുക. ഇത് മസൂർ ദാലാട്ടോ, ഓറഞ്ച് കളറിലെ ദാല്. പിന്നെ ഇനി ചോറും റെഡിയാക്കണം. അടുത്താണ് പറയുമ്പോൾ ആയി വരും. ഇവിടുന്നും അറിഞ്ഞൊരു സംഭവമാണ്, നമ്മൾ ഇതുപോലെ സവോള അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് അരിഞ്ഞാൽ കണ്ണ് നീർത്തില്ല. സംഭവം വർക്കിംഗ് കേട്ടോ. കുഞ്ഞിപ്പണി നല്ല ഉറക്കം.
ഈശമേൽ ഞാൻ ഇന്നൊരു കുത്തമ്മിനാർ പണിയും. വീണ്ടും ആട്ടിൻകുട്ടിയെ എൻ്റെ കയ്യിൽ ചിട്ടരിക്കുകയാണ്. ഈ താടിയിലാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അത് പൃഥ്വിരാജിന്റെ പുതിയ ലുക്കില്ലേ, മറ്റേ കുറുക്കനെ കറക്കണ കിളിയല്ലേ, ആ ലുക്കിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവാ. പൈസ ലാഭിക്കുന്നത് ഇങ്ങനെയല്ല. ഇതെങ്ങനെ ഓണാക്കുക? നമുക്ക് എന്തായാലും ഇല്ല, കാണാം കണ്ണ് കാണാം. കണ്ട കുറുക്കനെ കുറക്കണ കിളിയല്ലേ. പൃഥ്വിരാജിന്റെ ലുക്കും ആയാലും നിങ്ങളുടെ ലുക്ക് വെച്ചിട്ട് അടിപൊളി ലുക്കായി. ഇപ്പൊ ചെറുപ്പക്കാരനായി കണ്ട. നേരത്തെ ആ പ്രാചീന മനുഷ്യൻ മാറി. ഞാൻ ക്യാമറയിലോട്ട് നോക്കി. സ്കിൽഫുൾ വൈഫ്, പൈസ ലാഭിക്ക്. നമ്മുടെ പള്ളിയിൽ പ്രയർ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാം. നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റാണ്. ഒരു പൊട്ടൂടെ തൊട്ടേക്കാം. ഇഷ്ടമാ. കവളത്ത് കുത്ത് വേണോ? കുത്തിയേക്ക് കണ്ണ് കിട്ടണ്ട. അപ്പം നമ്മൾ പ്രയർ മീറ്റിങ്ങിന് പോവാ. ഇവിടെ അടുത്ത് തന്നെ നമ്മൾ പോകുന്നത്. കുഞ്ഞിപ്പൻ റെഡിയായി. ആ ഉണ്ടപ്പന് ഉണ്ടാവൻ. പ്രയർ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. തമനതെ വയറൊക്കെ കാണിച്ച് കിടക്കുന്ന കണ്ടു. എൻ്റെ തമഞ്ഞ കുഞ്ഞ് 2 ദിവസത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. സുന്ദങ്ങളും സിജാൻറ്റിയും കൂടെ ഞങ്ങൾക്ക് പ്രയർ മീറ്റിങ്ങിൻ്റെ ഫുഡ് കുറേ തന്നിട്ടുണ്ട്. ചോറും പായസവും മോരുകറിയും മീൻകറിയും അവിടുത്തെ കറി ഇവിടുത്തെ കറി എല്ലാം കൂടെ ആയപ്പോൾ ഒരു കല്യാണ വീട് സെറ്റപ്പ് ഉണ്ട്. അടുത്ത ദിവസം നമ്മുടെ വീട്ടിലാണ് നൊവേന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുശേഷിപ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. വിശുദ്ധ പാതിരപ്പയുടെ തിരുശേഷിപ്പായത്. അത് നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് ഓരോ വീടുകളിലും മാറി മാറി വെക്കണം. നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ഈ ഒരു ഇത് കണ്ടോ, ഇത് ഞാൻ ചെയ്ത ക്രോഷ്യ വർക്കാണ്. ക്ലൗഡ് സ്റ്റിച്ച് എന്ന് പറയും. ഇങ്ങനെ കൊമല പോലെ വരുന്ന സാധനത്തിന് ക്ലൗഡ് സ്റ്റിച്ച് എന്നാണ് പറയുക. ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ അതും റെഡിയായി. അപ്പം നമ്മളുടെ കുളിയോട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഡേ ഇൻ അവർ ലൈഫ് തീരുന്നത് കുളിയോട് കൂടിയല്ലേ.